ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളും കൂടെ ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ PSC എഴുതുന്ന കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കണം. PSCയുടെ പിടിപ്പുകേടാണോ സർക്കാരിന്റെ പിടിപ്പുകേടാണോ എന്നുള്ളത് അവർ തന്നെ പരിശോധിക്കട്ടെ. എട്ട് ജില്ലകളിൽ 1ാം റാങ്കിന് പോലും നിയമനം കിട്ടിയിട്ടില്ല ഒരു വർഷമായിട്ട്. പരീക്ഷ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ജോലി തരേണ്ട ആവശ്യമില്ല എന്നുള്ള സമീപനമാണ് മിക്കയിടത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ റിലേ സമരം ഇന്ന് 6ാം ദിവസം പിന്നിടുകയാണ്. നിരവധി ഉദ്യോഗാർത്ഥികൾ അവരുടെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് നിലവിലിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്നും സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. 2023 എഴുതിയ പരീക്ഷയാണ്. ഇതുവരെയും ഈ റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ 200-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ സമരം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ അവർ നടു റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇവർ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്, സമരം കടുപ്പിച്ചിരിക്കുകയാണ്. റിലേ നിരാഹാര സമരം കടുപ്പിച്ചിരിക്കുകയാണ്. നിരാഹാരം കിടന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിലവിലിപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എല്ലാവരും തന്നെ പരീക്ഷ എഴുതിയവരാണ്, കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയവരാണ്. അവരാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടതാണ് CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സാഹചര്യം. നിലത്ത് കിടന്ന് ഉരുളുന്നു. അതുകൂടാതെ തൂക്കുകയറെടുത്ത് അവർ പ്രതീകാത്മകമായ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നിങ്ങനെയുള്ള നിരവധി സമരമുറകളിലൂടെ കടന്നു പോയവരാണ് അവർ. സമാനമായ രീതിയിൽ LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സാഹചര്യവും മാറിയോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. PSC റാങ്ക് പട്ടികയിൽ വന്നാൽ പോരാ, അല്ലെങ്കിൽ PSC പഠിച്ചാൽ പോരാ, സമരം ചെയ്ത് കൂടി പഠിക്കേണ്ട സാഹചര്യം എത്തിയോ എന്നുള്ള ചോദ്യവുമാണ് ഉയർന്നു വരുന്നത്. ഈ PSC പഠിച്ചു റാങ്ക് പട്ടികയിൽ വന്നിട്ടും ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ കിടന്നു ഉരുളേണ്ട ഒരു സാഹചര്യമല്ലേ? അത് വളരെ വിഷമമുള്ള സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളും കൂടെ ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ PSC എഴുതുന്ന കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ആദ്യം പരീക്ഷ പഠിച്ചെഴുതി കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും. അതല്ല സത്യം. കാരണം നമ്മൾ ഈ സമരരംഗത്ത് നമുക്ക് സമരം വശമില്ല, പക്ഷെ ആ ഒരു രംഗത്തും കൂടെ നമ്മൾ ഇറങ്ങേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. PSCയുടെ പിടിപ്പുകേടാണോ സർക്കാരിന്റെ പിടിപ്പുകേടാണോ എന്നുള്ളത് അവർ തന്നെ പരിശോധിക്കട്ടെ. ഇപ്പോൾ 6 ദിവസമായി റിലേ സത്യാഗ്രഹം തുടങ്ങിയിട്ട് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മന്ത്രിമാരോ ആരെങ്കിലും പ്രതികരണം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ആരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അന്വേഷിക്കുക ആരും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നാളെയും കൂടെ നമ്മൾ ഇതിലും കഠിനമായിട്ടുള്ള ഒരു സമരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെ ആരെങ്കിലും ഇന്ന് പോയി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമരത്തിൻ്റെ ഭാഗമായിട്ട് ചെന്ന് കണ്ടിട്ടില്ല. ഓൾറെഡി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫയലുകൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് വിജയകരമായിട്ട് തീരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ എത്ര ഉദ്യോഗാർത്ഥികളുണ്ട് ഇവിടെ? ഒരു 200 ഉദ്യോഗാർത്ഥികളോളം ഉണ്ട്. നാളെ 2000 പേരുടെ ഒരു ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയും സർക്കാരിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു സമരമുറയിലേക്ക് നീങ്ങുകയാണ്. വളർമതി, പാലക്കാട് ജില്ലയാണ്. പാലക്കാട് പോലുള്ള 8 ജില്ലകളിൽ 1ാം റാങ്കിന് പോലും നിയമനം കിട്ടിയിട്ടില്ല ഒരു വർഷമായിട്ട്. നിലവിൽ നമ്മുടെ ജോലിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലാണ്.
പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും പ്രൈമറി അധ്യാപകരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും ഗവൺമെൻറ് വിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു കടമയാണ്. ഇപ്പോൾ ആരോഗ്യ മേഖല ആയിക്കോട്ടെ, പൊതുവിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, ശാക്തീകരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ആദ്യത്തെ ഒരു കാര്യമായിരിക്കണം. പക്ഷേ അതിനു പകരം പൈസയുള്ള എയ്ഡഡ് അധ്യാപകരെയും എയ്ഡഡ് സ്കൂളുകളെയും സംരക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതിനെതിരെയും കൂടിയാണ് ഈ ഒരു ശക്തമായിട്ടുള്ള സമരം. എനിക്ക് തോന്നുന്നു ഇവിടെ പലരും ഉള്ളത് ഈ പ്രായപരിധി കഴിയാൻ പോകുന്നവരാണ്. തീർച്ചയായിട്ടും, അതായത് അവസാനമായിട്ട് പരീക്ഷ എഴുതുന്ന ആളുകളായിരിക്കും മാക്സിമം ആളുകളും. ഇനിയൊരു ചാൻസ് അവർക്കില്ല. അപ്പം അതും കൂടെ സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ വിഷയങ്ങൾ, അതായത് ഒരു പരീക്ഷ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ജോലി തരേണ്ട ആവശ്യമില്ല എന്നുള്ള സമീപനമാണ് മിക്കയിടത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉദ്യോഗസ്ഥ തലത്തിൽ. താങ്കളുടെ അവസാന എക്സാം ആയിരുന്നു? എനിക്കും ഈ ഒരു എക്സാമാണ് അവസാനമായിട്ട് എഴുതാൻ കഴിയുക. വേറൊരു എക്സാം എഴുതാൻ കഴിയില്ല. അപ്പം നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് 5-6 വർഷം ചെലവിട്ട് നമ്മൾ പഠിക്കുന്നത്. പഠിച്ചോ എല്ലാവർക്കും 1-ാം റാങ്ക് വാങ്ങാൻ കഴിയുമോ? നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മളോട് ചോദിക്കുന്നത് 1-ാം റാങ്ക് എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എന്നാണ്. നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ 8 ജില്ലയിൽ 1-ാം റാങ്കുകാരന് ജോലി കൊടുത്തില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് സാഹചര്യം. ഉദ്യോഗാർത്ഥികൾ ശയന പ്രദക്ഷിണത്തിലേക്ക് തന്നെ കടന്നിരിക്കേണ്ട ഒരു സാഹചര്യം, അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞതുപോലെ 8 ജില്ലകളിൽ 1-ാം റാങ്ക് ലഭിച്ചവർക്ക് ഉൾപ്പെടെ നിലവിലിപ്പോൾ ജോലി ലഭിച്ചിട്ടില്ല. 200-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ്, യുവാക്കളാണ് ഇവരെല്ലാവരും തന്നെ. ചിലർക്ക് പ്രായപരിധി ഉൾപ്പെടെ കഴിയുന്ന സാഹചര്യം. അവസാന പരീക്ഷയാണിത്, അവസാന പ്രതീക്ഷയായിരുന്നു ഇത്. എന്നിട്ട് പോലും അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു പ്രവണത, അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 6 ദിവസമായി റിലേ സത്യാഗ്രഹ സമരം തുടങ്ങിയിട്ട്, എന്നിട്ട് പോലും സർക്കാരിൻ്റെ കണ്ണു തുറക്കുകയോ ഏതെങ്കിലും ഒരു മന്ത്രി ഈ ഒരു സമരത്തെക്കുറിച്ച് പറയുകയോ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിക്ക മാധ്യമങ്ങളിലും നമ്മളുടെ ഉൾപ്പെടെയുള്ള മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഉൾപ്പെടെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് എങ്കിലും ഒരു മന്ത്രിയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം, ഒരക്ഷരം പോലും മിണ്ടുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവർ സമരം കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2023 അടിസ്ഥാനമാക്കി 14 ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എന്നാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 9 മാസം പിന്നിടുമ്പോഴും 8 ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലാണ് നിയമനം നടത്താനുള്ളത്. ഇവിടെ ഒന്നും തന്നെ 1-ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. എന്നാൽ 7 ജില്ലകളിൽ നിയമനം നടന്നു എങ്കിലും നാമമാത്രമായ നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പറയുന്നത്. 3 മാസം പിന്നിട്ട് കഴിഞ്ഞാൽ 2025-2026 അധ്യയന വർഷം അവസാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു നിയമനം പോലും നടക്കാത്ത 8 ജില്ലകൾക്കും ഒരു അധ്യയന വർഷം നഷ്ടമാവുകയാണ് ചെയ്തത്. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്ക അധ്യാപകരും പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി പിന്നിട്ടവരാണ്. ഇനിയൊരു PSC പരീക്ഷ എഴുതുവാൻ കഴിയാത്ത സാഹചര്യം ഈ ഉദ്യോഗാർത്ഥികൾക്ക് മുൻപിലുണ്ട്. അതുതന്നെയാണ് വളർമതി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 200-ലധികം ഉദ്യോഗാർത്ഥികളുടെ ജീവിതം തുലാസിലാകുന്ന സാഹചര്യം. മിക്കവർക്കും പ്രായപരിധി പിന്നിടുന്നു. ഇനിയൊരു PSC പരീക്ഷ എഴുതി അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം. പലർക്കും പ്രായം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവസാന അറ്റകൈ പ്രയോഗം തന്നെയായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? സമരം ചെയ്താലും ജോലി ലഭിക്കാത്ത സാഹചര്യം, സമരം ചെയ്യുന്നവരോട് ധാർഷ്ട്യം, വൈരാഗ്യം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല, സമരം ചെയ്ത് പഠിക്കേണ്ട സാഹചര്യം കൂടി നിലവിൽ എത്തിയിരിക്കുന്നു. ഇലക്ഷൻ എടുക്കാനായി ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്നില്ല എങ്കിൽ ഈ യുവാക്കളുടെ ജീവിതം എങ്ങോട്ടേക്ക് പോകും എന്നുള്ള ചോദ്യമാണ് അവരും ഉയർത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.